പഠിക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മടി തോന്നാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പഠിക്കാനുള്ള ഒരു ടോപ്പിക് എടുക്കുക. 5 മിനിറ്റേ പഠിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ആ എടുത്ത ടോപ്പിക്ക് സ്വാഭാവികമായിട്ടും പഠിച്ചു തീരില്ലല്ലോ. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ടോപ്പിക്ക് തീർന്നിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ബ്രെയിൻ ഒരു മെന്റൽ ടെൻഷൻ വരും. എന്നിട്ട് ബ്രെയിൻ നിങ്ങൾ ഇങ്ങനെ തോന്നിപ്പിക്കും, അയ്യോ നിങ്ങൾ വിചാരിച്ച ആ ടാസ്ക് തീർന്നിട്ടില്ലല്ലോ, അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റ് പോകുന്ന മോശമല്ലേ, അതങ്ങ് പഠിച്ച് തീർത്തിട്ട് പോയാൽ പോരെ. അങ്ങനെ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ആ ഒരു ടോപ്പിക്കിലെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നവരെ നിങ്ങൾ അവിടെ ഇരിക്കും, നിങ്ങൾ അത് പഠിച്ച് തീർക്കും. അപ്പോൾ ഇത് ആക്ച്വലി സൈക്കോളജിയിലുള്ള ഒരു ടെക്നിക്കാണ്. ഇതിന്റെ പേര് സൈഗാർനിക് എഫക്റ്റ് എന്നാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ നമ്മൾ ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ നമ്മൾ ഷട്ട് ഡൗൺ പോകുന്നതിന് മുമ്പ് ഇപ്പോൾ കുറേ വിൻഡോസ് ഒക്കെ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മോണിറ്റർ നമുക്കൊരു റിമൈൻഡർ മെസ്സേജ് അയക്കും, ഈ വിൻഡോസ് ഒക്കെ ഓപ്പൺ ആണ്, ഇത് ക്ലോസ് ചെയ്യണ്ടേ എന്നൊരു റിമൈൻഡർ മെസ്സേജ് വരുന്നത് പോലെ തന്നെ അതേ എഫക്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ബ്രെയിന് നമ്മളെ ഒരു റിമൈൻഡർ മെസ്സേജ് തരികയാണ്, ആ ടാസ്ക് പഠിച്ച് കഴിഞ്ഞിട്ടില്ലല്ലോ, 5 മിനിറ്റ് കഴിഞ്ഞല്ലേ ഉള്ളൂ, തീർന്നിട്ടില്ലല്ലോ, ഇപ്പോൾ എഴുന്നേറ്റ് പോകണോ എന്നൊരു റിമൈൻഡർ മെസ്സേജ് നമ്മുടെ ബ്രെയിൻ ആക്ച്വലി തരുന്നതാണ്. അത് ആ ഒരു ടെൻഷൻ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ടെൻഷന്റെ പേരിൽ എന്ത് ചെയ്യും? ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇനി മുതൽ പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 5 മിനിറ്റേ ഞാൻ പഠിക്കുള്ളൂ എന്ന് കരുതി ഇരുന്ന് നോക്കുക. സ്വാഭാവികമായിട്ട് ബ്രെയിൻ നിങ്ങളെ ടെൻഷൻ അടുപ്പിച്ച് ആ ഒരു ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചെടുത്തോളൂ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ടിപ്സിന് വേണ്ടിയിട്ട് കമന്റ് ചെയ്യുക.